അനീഷിന് 10 ലക്ഷം കിട്ടിയ പോലെ തനിക്ക് 10 അല്ലെങ്കിൽ 5 ലക്ഷമെങ്കിലും തരണമെന്ന് അഭ്യർത്ഥിച്ച് നമ്മുടെ ഈ സാർ കണ്ടോക്കാം. ഹായ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് വലിയ വീഡിയോകളൊന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാലും പെട്ടെന്നൊരു വീഡിയോ ഇടണം എന്ന ആഗ്രഹവും ആവശ്യവും ഉണ്ടായതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അനിമോൾക്ക് കപ്പ് കിട്ടി, 50 ലക്ഷം കിട്ടി. പിന്നെ അനിമോൾ നിന്ന് അത്രയും ദിവസത്തെ 100 ദിവസത്തെ എത്ര വെച്ചാണ് എമൗണ്ട്, അത്രയും ലക്ഷങ്ങൾ കിട്ടി. അതുപോലെ തന്നെ അനീഷിനും എത്ര ദിവസം നിന്നോ അത്രയും ദിവസത്തെ ആ എമൗണ്ടും കിട്ടി. പക്ഷേ അനീഷിന് ട്രോഫി കിട്ടിയില്ല. ഒരു ഷോയിൽ ഒരാളിനല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും അതിൻ്റെ ടീമിനും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അനീഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാനെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല, ദേഷ്യമില്ല. കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സണും കൂടെയാണ്. അപ്പോൾ ഒരു ഷോയിൽ ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിന് വിന്നറാവാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ താഴേക്കേ വരത്തുള്ളൂ. പക്ഷേ അനീഷിന് ഈ ഒരു കേസിൽ ഇവിടെ 10 ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും, റോയ് സാറിനും എൻ്റെ ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ. റോയ് സാറെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നു, ഒരുപക്ഷെ അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സീസൺ 2 എന്ന് പറയുന്ന ആ സീസണിൽ 74ാമത്തെ ദിവസം ഷോ നിന്നു. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അത് മൊത്തം ലാഭത്തിലാണ്. പക്ഷേ അങ്ങേക്ക് അറിയാം, ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി, ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിംഗ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായി ജനകീയമാക്കിയതാണ്. അപ്പോൾ 50 ലക്ഷം ഒന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ്. 50 ലക്ഷമൊന്നും തന്നില്ലെങ്കിലും ഇതുപോലെ 10 തന്നില്ലെങ്കിൽ 5 എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം. അതെനിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾക്കും അതുപോലെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് കിട്ടുകയാണെങ്കിൽ പട്ടിണി പാവങ്ങളെ കുറേ പേരെ സഹായിക്കാൻ പറ്റും. ഞാൻ എന്തായാലും എടുക്കത്തില്ല. എക്സ്ട്രാ കിട്ടുന്ന മണിയിൽ മിക്കതും ചാരിറ്റി തന്നെയാണ്. അതുകൊണ്ട് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് റംസാന് എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ചാരിറ്റി ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. ആ സീസൺ 7 എല്ലാവരും നല്ല മത്സരാർത്ഥികളായിരുന്നു. പിന്നെ അനീഷിന് ഉൾപ്പെടെ ഉള്ളവരെ എന്തെങ്കിലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ അത് ഷോയുടെ വിജയത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അനീഷെ, അഭിനന്ദനങ്ങൾ. ഐ ലവ് യുടാ. എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കഴിഞ്ഞു. 5 10 ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ചോദിക്കുന്നത്. പക്ഷെ ഇയാൾ ശരിക്കും ആ 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റിനൊന്ന് അർഹനായിരുന്നു. അന്ന് ഇയാളെ കണ്ണില് മുളക് തേച്ചു എന്ന് പറഞ്ഞിട്ട് പുറത്താക്കുമ്പോൾ ഇയാൾക്ക് ഇത് TV വരെ തല്ലിപ്പൊളിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഒരു ചരിത്രമുണ്ട് നമ്മുടെ രജി സാറിന്. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം ഗൈസ്. എന്താണ് രജി സാറ് 5 10 അർഹന അതോ